ഇഷ്ടമില്ലാത്ത സ്ഥലത്ത് നിന്ന് ഓടിപ്പോകാൻ വേണ്ടിയാണ് ലോകം ഇത്രയും വലുതായത്. രാജേഷ് മാധവന്റെ പെണ്ണും പൊറാട്ടും എന്നുള്ള സിനിമയിൽ 2-3 പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നൊരു ഡയലോഗാണിത്. ആ ഒരു ഡയലോഗിന്റെ ഒരു ഫിലോസഫി അല്ലെങ്കിൽ അതിൻ്റെ ഒരു പൊളിറ്റിക്സ് എല്ലാം പറയുന്നതില്ലേ, അത് നമ്മളൊന്ന് ഇരുന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ അത് വളരെ വലുതാണ്. ശരിക്കും ഒരു ഇന്റർനാഷണൽ ആയിട്ടുള്ളൊരു തോട്ടാണത്. നമുക്ക് ഇഷ്ടമില്ലാത്ത സ്ഥലത്ത് നിന്ന് ഇറങ്ങിപ്പോകാൻ വേണ്ടിയിട്ടാണ് ലോകം ഇത്രയും വലുതായതെന്ന്. അപ്പം നമ്മുടെ ഒരു ഫ്രീഡം എത്രത്തോളം ഉണ്ടെന്നുള്ള കാര്യം ഒന്ന് ആലോചിച്ച് നോക്കാം. ഈ സിനിമ ശരിക്കും ഈ പടം എല്ലാത്തരം ഓഡിയൻസും കാണേണ്ട ഒരു സിനിമയാണ്. പക്ഷെ ഇതൊരു തിയേറ്ററിക്കൽ വാച്ച് ഡിമാൻഡ് ചെയ്യുന്ന ഒരു വലിയ മാസ് ഓഡിയൻസിനെ പിടിച്ചിരുത്തുന്ന ടൈപ്പ് സിനിമയൊന്നും അല്ല കേട്ടോ. പിടിച്ചിരുത്തുന്ന അല്ല മീൻസ് തിയേറ്ററിൽ ഇങ്ങനെ പിടിച്ചിരുത്തുന്ന ആവേശം ഉണ്ടാക്കുന്ന സിനിമ അല്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ ഇത് എല്ലാ ആൾക്കാർക്കും ഇഷ്ടപ്പെടും. നോക്കിക്കോ, ഈ പടത്തിന്റെ OTT റിലീസിന് ശേഷം ഒരുപാട് ആൾക്കാർ ഈ സിനിമയെ കുറിച്ച് അഭിപ്രായം പറയും, ചിന്തിക്കും. എനിക്ക് തോന്നുന്നു ഒരുപാട് ആൾക്കാർക്ക് ഈ സിനിമ ഇഷ്ടപ്പെടും. ഇനി പുറമെ ഇഷ്ടം കാണിച്ചിട്ടില്ലെങ്കിൽ പോലും ഇല്ലേ, ഉള്ളില്, അതായത് സിനിമ കാണുന്ന ആളുടെ ഉള്ളില് ഈ പടം എങ്ങനെയായാലും അത് അംഗീകരിക്കും, അവരത് അക്സെപ്റ്റ് ചെയ്യും. ഇതാണ് റിയാലിറ്റി എന്നുള്ള കാര്യം എന്തായാലും അത് അക്സെപ്റ്റ് ചെയ്യും. പിന്നെ ചില ആൾക്കാർ ഒന്നും അങ്ങനെ അക്സെപ്റ്റ് ചെയ്താലും പുറത്ത് കാണിക്കില്ലല്ലോ. അപ്പൊ ഈ സിനിമ കാണുന്ന സമയത്ത് ഞാൻ ഒറ്റയ്ക്ക് കണ്ടുവരുന്ന സിനിമ കേട്ടോ ഇത്. ഈ സിനിമ കാണാൻ വേണ്ടി പോകുന്ന സമയത്ത് ഞാൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ആദ്യം. പിന്നെ ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്തു. ഇപ്പൊ 2 ജോഡി കപ്പിൾസ് വന്നു. അപ്പോൾ 5 ആൾക്കാരായില്ലേ, അങ്ങനെ ടിക്കറ്റ് കിട്ടി. സിനിമ തുടങ്ങി കഴിയുമ്പോഴത്തേക്ക് പിന്നെ നമ്മൾ മാത്രമല്ല ഉണ്ടാവും, അവരുടേതായിട്ടുള്ള ജോലികൾ ചെയ്യും. നമ്മൾ ഒറ്റയ്ക്കിരുന്ന് കണ്ട സിനിമയാണിത്. നല്ല രസമായിരുന്നു. 2 മണിക്കൂറാണ് പടത്തിന്റെ ഡ്യൂറേഷൻ. ശരിക്കും നമ്മൾ ജല്ലിക്കെട്ട് സിനിമ ഇല്ലേ, ആ ജല്ലിക്കെട്ടിന്റെ സെയിം പൊളിറ്റിക്സും കാര്യങ്ങളും തന്നെയാണ് ഈ സിനിമയിലും പറയുന്നത്. പക്ഷെ ജല്ലിക്കെട്ടിനെക്കാട്ടിലും കുറച്ചുകൂടി ലൈറ്റർ ആയിട്ട്, കുറച്ചുകൂടി ലോക്കലൈസ് ചെയ്ത് നമ്മളിപ്പോൾ ഒരു കണ്ണൂർ യൂണിവേഴ്സിറ്റി തെരുവ് നാടകമെല്ലാം കാണുന്ന അത്രയ്ക്കും ലാഘവത്തോടെ സിമ്പിളായിട്ട് ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പാലക്കാടിന്റെ പശ്ചാത്തലത്തിൽ ചെയ്തു വെച്ചിട്ടുള്ള ഒരു നൈസ് പടമാണ്. സിമ്പിളായിട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് സിനിമാറ്റിക്കലി അത്ര സിമ്പിൾ ആയിട്ടുള്ള സിനിമയല്ല കേട്ടോ. ശരിക്കും സിമ്പിൾ ആക്കാനാണ് കുറച്ചുകൂടി ബുദ്ധിമുട്ട്. ജല്ലിക്കെട്ടിൽ കുറച്ചുകൂടി റോ അഗ്രഷൻ, കുറച്ച് വയലന്റ് മൂഡിലാണ് പിടിച്ചിട്ടുള്ളതെങ്കിലും ഈ പടത്തിൽ വളരെ എന്താണ്, നമുക്ക് നമ്മുടെ ഒരു ലൊക്കാലിറ്റിയിൽ നടക്കുന്ന ഒരു ഇൻസിഡന്റ് പോലെ കണ്ടിരിക്കാൻ വേണ്ടി പറ്റിയ വളരെ നൈസ് ആയിട്ടുള്ള സിനിമയാണ്. പാലക്കാടിന്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് സിനിമയുടെ കഥ പറഞ്ഞു പോകുന്നത്. പിന്നെ മറ്റൊരു കാര്യം, ഒരു സമയത്ത് അതായത് ഒരു 15 വർഷം മുമ്പ് വരെ മലയാള സിനിമയിൽ ഇപ്പോൾ സ്ക്രിപ്റ്റ് ആൻഡ് മേക്കിംഗ് ഈ 2 കാര്യങ്ങളും മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഒരു പടത്തിന്റെ ബാക്ക് ബോൺ, നട്ടൽ എന്നെല്ലാം പറയുന്നത് ആ സിനിമയിൽ ആർട്ടിസ്റ്റുകളായിട്ട്, അതായത് ഈ നാട്ടുകാരായിട്ട് അഭിനയിക്കുന്ന കുറെ ആർട്ടിസ്റ്റുകൾ മലയാളത്തിലുണ്ടായിരുന്നു. കുറെ ആൾക്കാരുണ്ട്. ഈ കഴിഞ്ഞൊരു 10 കൊല്ലത്തിനിടയിൽ അങ്ങനെയുള്ള ആൾക്കാരെണ്ണം കുറഞ്ഞു. ഇപ്പോഴുള്ള സിനിമകളിൽ അങ്ങനെ നാട്ടുകാരായിട്ട് അഭിനയിക്കുന്ന ആൾക്കാർ ഒട്ടുമിക്കതും ഈ മിമിക്രിന്നും കോമഡി സ്കിറ്റ് എന്നെല്ലാം കയറി വരുന്ന ആൾക്കാരായിരിക്കും. അതാണെങ്കിൽ നമ്മൾ അവരെ ഓൾറെഡി TV കണ്ടിട്ട് തന്നെ മടുത്തു. പിന്നെ സിനിമയിലും കൂടി വരുന്ന സമയത്ത് നമുക്ക് വീണ്ടും മടുക്കാൻ വേണ്ടി തുടങ്ങും. പക്ഷെ ഈ സിനിമയിലേക്ക് വരുമ്പോൾ, അത് പെണ്ണും പൊറാട്ടിലും വരുന്ന സമയത്ത് ഇതിൽ നാട്ടുകാരായിട്ട് ഒരു ടീം അഭിനയിച്ചിട്ടുണ്ട്. എൻ്റെ മോനെ, അവര് അതുപോലത്തെ ആർട്ടിസ്റ്റുകളെ തപ്പിയെടുക്കുക എന്ന് പറയുന്നത് തന്നെ ഇല്ലേ ഒരു വലിയ ടാസ്ക്കാണ്. അതിലൊന്ന് ആ ക്ലബിലെ പ്രവർത്തകര്, പിന്നെ 2 ഫാമിലി, പെണ്ണിന്റെ ഫാമിലി, റെയ്ന അവതരിപ്പിച്ചിട്ടുള്ള ചാരുവിന്റെ ഫാമിലിയും പിന്നെ നമ്മളെ ആ ചെക്കന്റെ ഫാമിലിയും. അത് ഒന്നൊന്നര ടീമായിരുന്നു കേട്ടോ. എൻ്റെ അമ്മു, അത് പാലക്കാടിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് തന്നെ പാലക്കാടിന്റെ തനതായിട്ടുള്ള ഒരു സ്ലാങ് ഉണ്ടല്ലോ, അത് നല്ല ബോറില്ലാതെ നല്ല രസമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഒരു ഇടക്കാലത്ത് ഈ ബിജു മേനോനും ജയറാമെല്ലാം ആ ഒരു സ്ലാങ് പിടിച്ച് ചെയ്തിട്ടുണ്ട്. തീരെ ബോറടിക്കാത്തൊരു സ്ലാങ് ആണ്. ആ സ്ലാങ് ഉപയോഗിച്ചിട്ടുള്ള ആൾക്കാരെല്ലാം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ അത് ചെയ്തിട്ടുണ്ട്. ഈ പടത്തിൽ നല്ല രസമാണ് കേട്ടിരിക്കാനായിട്ട്. പിന്നെ ഇതിൽ ഒരു മാഷായിട്ട് ഒരു ചങ്ങായി അഭിനയിച്ചിട്ടുണ്ട്. എൻ്റെ അമ്മ, അയാൾ ഒരു സൈക്കോ പോലത്തെ ഒരു കഥാപാത്രം. നമുക്ക് ആദ്യത്തെ നോട്ടത്തിലൊന്നും ഇത് മനസ്സിലാവില്ല. അതായത് വളരെ സതുദ്ദേശപരമായിട്ട് ഇടപെടുന്ന പോലെയൊക്കെ തോന്നും. പക്ഷേ ആ ക്യാരക്ടറിന്റെ ഒരു ഡയമെൻഷൻ പിന്നെ ആലോചിക്കുന്ന സമയത്തുണ്ടല്ലോ, അയാൾ ശരിക്കും ഒരു സൈക്കോ ആണ്. അതുപോലത്തെ ഒരുപാട് ആൾക്കാരെ ഈ സിനിമ നിങ്ങൾ കാണുമ്പോൾ ശ്രദ്ധിച്ചോ, ഈ സിനിമയിൽ നിങ്ങൾ കണ്ടുമുട്ടുന്ന മനുഷ്യന്മാർ മാത്രമല്ല, നായും പൂച്ചയും കോഴിയും പശുവും എല്ലാം ഇതുപോലത്തെ ആൾക്കാർ. പിന്നെ അതിൻ്റെ കൂടെയുള്ള മനുഷ്യന്മാരെയും എല്ലാ കഥാപാത്രങ്ങളെയും ഇല്ലേ നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു തവണയെങ്കിലും നിങ്ങൾ കണ്ടിരിക്കും. ഞാൻ ഈ പടത്തിലെ ഒരുമാതിരിപ്പെട്ട കഥാപാത്രങ്ങളല്ലേ എൻ്റെ ഡെയിലി ലൈഫിൽ കാണുന്നതാണ്. അത്രയ്ക്കും എന്താണ് ലെയേഴ്സ് ഉള്ള കഥാപാത്രങ്ങളാണ്. ഓരോ ആൾക്കാരുടെ സൈക്കോളജിയും ഓരോ തരത്തിലാണ്. പിന്നെ ഈ പടത്തിൽ പറയുന്ന ഒരു വലിയ ഒരു പൊളിറ്റിക്സ് ഉണ്ട്. പൊളിറ്റിക്സ് മീൻസ് പ്രകടമായിട്ടുള്ള അങ്ങനെ എന്താണ് ഈ കൊടി പിടിച്ചിട്ടുള്ള പൊളിറ്റിക്സ് അല്ല, അതല്ലാതെ മനുഷ്യന്മാരുടെ ചില ബേസിക് നീഡ്സും നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഇൻസ്റ്റിങ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് വളരെ ലൈറ്ററായിട്ട് ചെയ്തു വെച്ചിട്ടുള്ളൊരു സിനിമയാണിത്. അപ്പോൾ നമുക്ക് 2 തരത്തിൽ കാണാം. ഒന്ന് ഒരു ആർട്ട് ഫിലിം എന്ന രീതിയിലോ ഇത് മറ്റേ ഫെസ്റ്റിവലിനും പരിപാടിക്കെല്ലാം ഇരുന്ന് കാണാൻ പറ്റിയ പടമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതങ്ങനെ
അങ്ങനെ കാണിക്കാൻ പറ്റിയ സിനിമ കൂടി ആയിരിക്കും. പക്ഷെ അതങ്ങനെ ഒരു എന്താണ് ആർട്ട് ഫിലിം ഫെസ്റ്റിവലിൽ ഒതുങ്ങി പോകേണ്ട ഒരു പടമൊന്നുമല്ല. ഈ പടത്തിന്റെ OTT റൈറ്റ് എടുത്തിട്ടുള്ളത് നെറ്റ്ഫ്ലിക്സ് ആണ്. അപ്പൊ നെറ്റ്ഫ്ലിക്സ് ഒന്നും കാണാതെ ചെയ്യില്ല. അതായത് ഇത് OTT റിലീസിന് ശേഷം ഉണ്ടല്ലോ ഒരുപാട് ആൾക്കാർ ഈ പടത്തിനെ കുറിച്ചിട്ട് സംസാരിക്കാനും എഴുതാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അത്രയ്ക്കും നമുക്ക് ചിന്തിക്കാനുള്ള ഒരു സ്പേസ് തരുന്ന സിനിമയാണ്. ഒരു സിനിമ കണ്ടിട്ട് ഓക്കെ, ഒരു കഥ കണ്ടു, അത് വിട്ടുപോയി, അങ്ങനെയല്ല. സിനിമ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ച് നല്ല രസമാണ് അങ്ങനെ പോകാനായിട്ട്. എന്ന് വെച്ചാൽ ഇതൊരു വലിയ ബുദ്ധിജീവി പടമല്ല. ഒരു എന്റർടൈനർ എന്ന നിലയ്ക്ക് നമുക്ക് ഇരുന്ന് ചിരിക്കാൻ പറ്റിയ ഒരുപാട് സിറ്റുവേഷൻ ഈ പടത്തിലുണ്ട്. പക്ഷെ നമുക്ക് അതെല്ലാം അങ്ങനെ പറയാൻ പറ്റില്ല. പിന്നെ ആ രണ്ട് ഫാമിലി തമ്മിലുള്ള ഒരു അടി നടക്കുന്നുണ്ട്. എന്റെ മോനെ, അവിടെ നമുക്ക് ചിരിക്കാനുള്ള സ്പേസും ഉണ്ട്, ചിന്തിക്കാനുള്ള സ്പേസും ഉണ്ട്. നമ്മളെന്നെ കൺഫ്യൂഷനായി പോയി, ചിരിക്കണോ ചിന്തിക്കണോ എന്ന്. പക്ഷെ അത് നല്ല രീതിയിലാണ് ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. ആ വൈദ്യരായിട്ട് അഭിനയിച്ച ചങ്ങായിയാലുണ്ടല്ലോ, ഒരു അന്യായ പെർഫോമർ ആയിരുന്നു. അയാൾ മാത്രമല്ല, പിന്നെ ആ ചെക്കൻ്റെ, അതായത് മെയിൻ കഥാപാത്രം, മെയിൻ ലീഡിന്റെ അമ്മ, അയാളുടെ രണ്ട് മാമന്മാര്, അയാളുടെ അനിയൻ, പിന്നെ ഒരു നെയ്ബറായിട്ട് ഒരു ചേച്ചിയും അവരെ ഒരു മോളും അഭിനയിച്ചിട്ടുണ്ട്. എന്ത് ഒരു ഭയങ്കര വിഷം പോലത്തെ രണ്ട് സാധനങ്ങൾ. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ അത് മനസ്സിലാവില്ല. നല്ല രസമാണ്. ഓരോ ക്യാരക്ടേഴ്സിനും ഇല്ലേ കൃത്യമായ ബാക്ക്ഗ്രൗണ്ടും അവർക്കൊരു ക്യാരക്ടറൈസേഷൻ ഒക്കെ ഉണ്ട്. അത് നല്ല രസമായിട്ട് തന്നെ രാജേഷ് മാധവൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഓഫ് കോഴ്സ് രാജേഷ് മാധവൻ ഈ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. പടം തീരാനെന്ന സമയത്താണ് ചെങ്ങായി വരുന്നത്. അത് എക്സാക്ട്ലി ലൈക്ക് നമ്മൾ തെരുവ് നാടകമെല്ലാം കാണുന്ന സമയത്ത് ഇങ്ങനെ ഒരു കഥാപാത്രം, ഒരു വിദൂഷകനെ പോലത്തെ ഒരാള് വന്നിട്ട് ഒരു പരിപാടിയെല്ലാം ഉണ്ട്. പക്ഷെ അത് ആ രീതിയിലല്ല സിനിമയിൽ ചെയ്തിട്ടുള്ളത്. പക്ഷെ കഥാപാത്രങ്ങളെല്ലാം ഏകദേശം അതുപോലെ തന്നെയാണ്. പിന്നെ ഈ സിനിമയുടെ ഇടയിൽ വരുന്ന ഒരു പാട്ടും അതെല്ലാം ശരിക്കും ഒരു നാടകം കാണുന്ന ഫീൽ തന്നെയാണ്. എനിക്ക് തോന്നുന്നു നാടകത്തിന്റെ വലിയ ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കൊണ്ട് തന്നെ ആയിരിക്കും ചിലപ്പോൾ ഇയാൾ അങ്ങനെ ചെയ്തു വെച്ചിട്ടുള്ളത്. എന്ന് വെച്ചാൽ നാടകീയമായിട്ടൊന്നും അല്ല കേട്ടോ, സിനിമാറ്റിക് ആണ്. പിന്നെ സിനിമാറ്റിക് ആയിട്ട് ഒരുപാട് എലമെന്റ്സ് ഈ പടത്തിലുണ്ട്. പ്രത്യേകിച്ച് എഡിറ്റിങ്ങിലും അതുപോലെ തന്നെ സിനിമാറ്റോഗ്രാഫിയിലും മ്യൂസിക്കിലും നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ജല്ലിക്കെട്ടിന്റെ മറ്റൊരു വേർഷൻ പോലെ നമുക്ക് കണ്ടിരിക്കാൻ പറ്റിയൊരു പടമാണ്. പക്ഷെ കുറച്ചുകൂടി ലൈറ്റർ ആയിട്ട് വേണമെങ്കിൽ ഫാമിലി ആയിട്ട് തന്നെ ഇരുന്ന് കാണാൻ വേണ്ടി പറ്റുന്ന ഒരു സിനിമ തന്നെയാണ്. വളരെ നൈസ് ആയിട്ടുള്ള അപ്രോച്ച് ആയിരുന്നു. പക്ഷെ സിനിമ കാണാൻ ആളില്ല, അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്. ഇതങ്ങനെ വലിയ ബുദ്ധിജീവി പടമൊന്നുമല്ല കേട്ടോ. ഇത് ഇരുന്ന് കാണാൻ വേണ്ടി പറ്റിയ സിനിമ തന്നെയാണ്. പക്ഷെ തിയേറ്ററിൽ അങ്ങനെ നമുക്ക് ഇങ്ങനെ തുള്ളി കളിക്കാൻ പറ്റിയ അല്ലെങ്കിൽ ആവേശം ഉണ്ടാക്കുന്ന ടൈപ്പ് സിനിമയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. എന്റർടൈനർ ആണ്, പക്ഷെ കുറച്ചുകൂടി ആലോചിക്കാൻ പറ്റുന്ന, ചിന്തിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു തരം സിനിമയാണ്. നൈസ് ആയിട്ടുള്ള അപ്രോച്ചാണ്. അപ്പൊ ഇങ്ങനെയുള്ള സിനിമകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കുറെ സിനിമകൾ ഇനിയും ഉണ്ടാവും. നമുക്കിരുന്ന് ചിന്തിക്കാനുള്ള ഒരു സ്പേസ് കൂടി കിട്ടും. എപ്പോഴും നോക്കി എന്റർടൈൻമെന്റ് മാത്രം പോരല്ലോ. പിന്നെ ഈ സിനിമയിൽ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു മൃഗങ്ങളിൽ കൂടിയിട്ടാണ് ഇതിലെ അധികവും കാര്യങ്ങൾ പറഞ്ഞു പോയിട്ടുള്ളത്. പിന്നെ ഈ പടത്തിന്റെ ക്ലൈമാക്സിലേക്ക് വരുന്ന സമയത്ത് മനുഷ്യൻ എന്ന് പറയുന്ന സാധനം പോലും ഈ ലോകത്തെ മറ്റ് സ്പീഷീസിനെ പോലെ, അതായത് ഇപ്പൊ നായിനെ പോലെയോ പൂച്ചയെ പോലെയോ അല്ലെങ്കിൽ പക്ഷികളെ പോലെയോ ഒരു സ്പീഷീസ് ആണെന്നും അവരവരുടേതായിട്ടുള്ള ലോകങ്ങളിൽ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്ത് ജീവിക്കുന്നു. അത്രയും ഫ്രീഡം ഉള്ള അത്രയും വലിയ ലോകമാണിതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത്. നല്ല രസമാണിത്. എനിക്ക് ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്ന ഒരു പടമാണിത്. പിന്നെ 2 മണിക്കൂർ ഞാൻ മാത്രമേ സിനിമ കണ്ടിട്ടുള്ളൂ. വേറെ ആരും തിയേറ്ററിൽ ഉണ്ടായിരുന്നില്ല. ഇന്റർവെൽ ആയപ്പോഴത്തേക്ക് ബാക്കി എല്ലാവരും പോയി. പിന്നെ ഒറ്റയ്ക്കിരുന്ന് കണ്ടു തീർത്തൊരു സിനിമയാണ്. നൈസ് ആയിട്ടുള്ളൊരു അപ്രോച്ച്. ഒരുപാട് ടെക്നിക്കൽ ബ്രില്യൻസും ഈ പടത്തിലുണ്ട്. എല്ലാം കൂടി ഞാൻ പറയുന്നില്ല. പക്ഷെ OTT റിലീസിന് ശേഷം ഉറപ്പായിട്ടും ഈ ഇൻസ്റ്റാഗ്രാമില് എസ്സേ എഴുതുന്ന ആൾക്കാരെല്ലാം ഉണ്ടല്ലോ, അവരെല്ലാം ഒരുപാട് ഉപന്യാസം എഴുതാനും മാത്രം ഈ സിനിമയിലുണ്ട്. നല്ലൊരു പടമായിരുന്നു. പെണ്ണും പൊറാട്ടും പേരിൽ തന്നെ ഉണ്ട്, പൊറാട്ട്. ആ ഒരു നാടകത്തിന്റെ ആയിട്ടുള്ളൊരു സാധനം ഇതിനകത്തുണ്ട്. ഒരു തെരുവ് നാടകമെല്ലാം കണ്ടിരിക്കുന്ന രീതിയിൽ നൈസായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. എന്ന് വെച്ചാൽ ഞാനങ്ങനെ ചെറുതാക്കി പറഞ്ഞല്ല കേട്ടോ. പക്ഷെ അതിന്റെ ഒരു ഫോർമാറ്റിലാണ് പടം പോയിട്ടുള്ളത്. പടത്തിൽ അഭിനയിച്ച എല്ലാ ആർട്ടിസ്റ്റുകളും കിടിലമാണ്, അന്യായം. ഒരു ലിജോ ജോസ് പെല്ലിശ്ശേരി സിനിമകളിലെല്ലാം കണ്ടിട്ടുള്ള ഒരു സാധനം. ഇപ്പൊ നമ്മൾ ജല്ലിക്കെട്ട് കാണുന്ന സമയത്ത് ജല്ലിക്കെട്ടിലെ ഈ പോത്തും അതുപോലെ തന്നെ ഈ പെപ്പെ, ചെമ്പന്റെ കഥാപാത്രം, നമ്മളെ തരികിട സാബുവിന്റെ കഥാപാത്രങ്ങളൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാല് അത് നാട്ടുകാരായിട്ട് അഭിനയിച്ചിട്ടുള്ള ആൾക്കാരുടെ പെർഫോമൻസിൽ എന്തൊക്കെയോ ചില അപാകതകൾ, ചില കല്ലുകടി നമുക്ക് ഫീൽ ചെയ്യും. അവർ വല്ലാണ്ട് റിയൽ ആക്കാൻ വേണ്ടി നോക്കി ഓവറാക്കിയതുപോലെയൊക്കെ നമുക്ക് തോന്നില്ലേ? ഈ പടത്തിൽ ആ സാധനമില്ല. ഇതിൽ നാട്ടുകാരെന്ന് വെച്ചാൽ പക്ക നാട്ടുകാരാണ്. സോ ആർട്ടിസ്റ്റുകളാണ് ഈ പടത്തിലെ താരങ്ങൾ. അല്ലെങ്കിൽ ഇതിന്റെ ഒരു പവർ എന്ന് പറയുന്നത് സ്ക്രിപ്റ്റും അതുപോലെ തന്നെ മേക്കിങ്ങും എല്ലാം കട്ടയ്ക്ക് തന്നെ നിന്നിട്ടുണ്ട്. സോ ഗ്രേറ്റ്, ഒരു നല്ല പടം ഇത്.